ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണം. ഡയാലിസിസിന് ശേഷം ആരോഗ്യസ്ഥിതി വഷളായ 5 രോഗികളിൽ 2 പേർ മരിച്ചു. ഹരിപ്പാട് കായംകുളം സ്വദേശികളുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. പരാതിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 29-ന് രാവിലെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിനെത്തിയ 6 രോഗികൾക്കാണ് വിറയലും ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. തുടർന്ന് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റി. ഇവരിൽ പച്ചക്കറി വിൽപ്പനക്കാരനായ അബ്ദുൾ മജീദും ഓട്ടോ തൊഴിലാളിയായ രാമചന്ദ്രനും ചികിത്സയിലിരിക്കെ മരിച്ചു. ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി മരിച്ച ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. ഒബ്സർവേഷനിൽ കിടക്കുക കാഷ്വാലിറ്റിക്കകത്ത് ഒരു ഡോക്ടർ പോലും വന്ന് അവരെ ഒന്ന് സ്റ്റെസ്കോപ്പ് വെച്ച് പരിശോധിച്ചിട്ടില്ല. ടെമ്പറേച്ചർ നോക്കാൻ സിസ്റ്ററോട് എന്ന് പറയും, അവർ വന്ന് നോക്കാല്ല. ഡോക്ടർ ഒന്നും വന്ന് പരിശോധിച്ചിട്ടില്ല. ഹരിപ്പാട്ട് ആശുപത്രി ഒരു നേരം നമ്മൾ ചെന്നാൽ പഠിക്കുന്ന പിള്ളേർ ഉടനെ ഓടും. ഡോക്ടർ മുറിക്കകത്ത് റൂമിനകത്ത് കയറിയിരിക്കുക ചെയ്യുന്നത്. കായംകുളത്ത് ഒരു ഓട്ടോ ഓടിച്ച് വന്നേച്ച് തിരിച്ച് ഓട്ടോ ഓടിച്ചിട്ട് പോകുന്ന ആളാണ് ഇവിടെ മരിച്ചത്. ഇവിടെ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരോ നല്ലൊരു ഡോക്ടറോ ഇല്ല, ഒന്നുമില്ല. ഒരു ഇതില്ലാത്ത വീറും വൃത്തി ഇല്ലാതെ കിടക്കുക. ആ ഡയാലിസിസ് റൂമിൻ്റെ അകത്തോട്ട് ചെരുപ്പിട്ടുകൊണ്ടൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നത്. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന വെള്ളവും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വാദം. ആരോഗ്യനില വഷളായ ഒരാൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയാണ് അവിടേക്ക്. ഒരു ദിവസം അവിടെ 26 പേര് ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം, പല ഷിഫ്റ്റുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇന്നലെ DHS അറിയിച്ചപ്പോൾ പല ഡിസിപ്ലിൻസിലുള്ള പല എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതൊന്ന് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പരിശോധന റിപ്പോർട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അത് പറയുന്നതായിരിക്കും. 2 ഡെപ്യൂട്ടി DOമാർ അടക്കമുള്ള 4-അംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.